നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കവർച്ചാ കേസുകളിലെ പ്രതികൾ അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് വിദ്യാനഗർ പോലീസ്. പ്രകൃതിദത്ത പച്ചക്കറികളുടെ പ്രാധാന്യം വിളിച്ചോതി ആട്ടി ദൊഞ്ചി ദിനം. ആട്ടി ദൊഞ്ചി ദിനം ആഘോഷമാക്കി പരിവാര ഭണ്ഡ സംഘം. ട്രോളിംഗ് കാലം അവസാനിച്ചു. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിലേക്ക്. പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണം ഓഗസ്റ്റ് 20-നകം. സമരപരിപാടികൾ നിർത്തിവെച്ച് ബസ് ഓണേഴ്സ് അസോസിയേഷൻ. ഏക സിവിൽ കോഡിനും ഭീകരവാദത്തിനുമെതിരെ ക്യാമ്പയിനുമായി സംയുക്ത ജമാഅത്ത് കമ്മിറ്റി. ക്യാമ്പയിൻ നടക്കുന്നത് ഓഗസ്റ്റ് 2-ന് ചൊവ്വാഴ്ച. ഹിമാലയം താണ്ടി സൗമ്യ. ബുള്ളറ്റ് യാത്ര ഹരമാക്കിയ സൗമ്യ താണ്ടിയത് ആയിരക്കണക്കിന് ദൂരം. വാർത്തകൾ വിശദമായി. പൊയ്നാച്ചിയിലും നായന്മാർ മൂലയിലും നടന്ന കവർച്ചയിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൊത്തം 6 പേരാണ് കവർച്ചാ കേസിൽ ഉൾപ്പെട്ടിരുന്നത്. വിദ്യാനഗർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ചാലിശ്ശേരിയിലെ മുഹമ്മദ് ഷെരീൻ, നെക്രാജെ ചൂരിപ്പള്ളം, ബിസ്മില്ല മൻസിലിലെ കാസിം ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ജൂലൈ 17-ന് ബണ്ടിച്ചാലിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിൽ നിന്നും മോഷണം നടത്തിയിരുന്നു. ഇവർ സഞ്ചരിച്ച ആൾട്ടോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി ആലമ്പാടിക്ക് സമീപം വിദ്യാനഗർ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. ഈ കേസിൽ നേരത്തെ കൊയിലാണ്ടി ഇരിങ്ങൽ കോട്ടക്കലിലെ KM ഫിറോസ്, കുറ്റ്യാടിയിലെ അൽത്താഫ്, ചെർക്കള ബേർക്കയിലെ ഇജാസ്, കോഴിക്കോട് കുറ്റ്യാടിയിലെ ഷിജു എന്നിവരും വിവിധ കേസുകളിലായി പോലീസ് പിടിയിലായിട്ടുണ്ട്. നായന്മാർ മൂലയിലെ അബ്ദുൾ റസാഖിന്റെ വീട്ടിലും സെന്റ് മേരീസ് ചർച്ചിലും മോഷണം നടത്തിയത് ഇവരാണെന്ന് പോലീസ് പറഞ്ഞു. അത് അങ്ങനെ പിടിച്ചെടുക്കും. കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ബാക്കിയുള്ള പ്രോപ്പർട്ടി സീസ് ചെയ്യാനുണ്ട്. അത് അവരെ കസ്റ്റഡിയിലെടുത്ത് സീസ് ചെയ്യും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഷഫീഖിനെതിരെ ബദിയടുക്ക, ആദൂർ, കുമ്പള സ്റ്റേഷനുകളിൽ മോഷണ കേസുകൾ നിലവിലുണ്ട്. തിരൂരങ്ങാടിയിൽ അറസ്റ്റിലായ ഷിജുവാണ് സംഘത്തലവൻ. ഇവരെ അറസ്റ്റ് ചെയ്തതോടെ സംസ്ഥാനത്തെ നിരവധി മോഷണ കേസുകൾ തെളിയുമെന്നാണ് പോലീസ് നിഗമനം. കുറുവയൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ ആട്ടി ദൊഞ്ചി ദിനം ആഘോഷിച്ചു. പരിവാര ഭണ്ഡ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വർഷം തോറും കർക്കിടക മാസത്തിൽ പ്രകൃതിയിൽ നിന്നുള്ള പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യുന്നതാണ് ആട്ടി ദൊഞ്ചി ദിന. പരിവാര ഭണ്ഡ സംഘത്തിന്റെ കാസർഗോഡ് മേഖലാ കമ്മിറ്റിയും മഹിളാ വിഭാഗവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 100 കണക്കിന് പേർ സന്നിഹിതരായ പരിപാടി സംഘടനയുടെ വിരാജ്പേട്ട മേഖലാ സെക്രട്ടറി സുരേഷ് നായിക് ഉദ്ഘാടനം ചെയ്തു. ನಮ್ಮ ಯುವ ಪೀಳಿಗೆ ವಿದ್ಯಾಭ್ಯಾಸ ಪಂಡಿದ್ದು ಉದ್ಯೋಗ ಪಂಡಿದ್ದು ಇದೇ ಊರಿಗೆ ಹೋದ್ದು ಅದರ ಚಾಕರಿ ಮಾಡ್ತು ಇಪ್ಪನ ಈ ಸಂದರ್ಭದ್ದು ನಮ್ಮ ಹಿರಿಯಗಳು ಕಟ್ಟುಕೊಳಕಿನಂಚಿನ ಈ ಶ್ರಮಸತ್ತಿನ ನಮ್ಮ ಇನಿ ಹೊರತಂತು ಆಟಿಗೆ ನಮ್ಮ ದಾಯ ಮಾಡ್ತು ರೂಪ ಪಂಡ ನಮ್ಮ ಹಿರಿಯಗಳು ನಮ್ಮನ್ನು ತುಂಬದ ಕಾಲತ್ತು ಭಾರಿ ಕಷ್ಟಕ್ಕೂ ಆಗಲು ಜೀವನ ಮಾಡ್ತು ಕಟ್ಟುಗೊಳಪಾಯಿನ ಈ ಪರಿಸರ ಈ ಸಂಸ್ಕೃತಿ ಇದು ನಮ್ಮ ಹಿರಿಯಗಳೇ ಕೊಡ್ಕೊಂಡಂಚಿನ ಈ ಕಾಣಿಕೆ ಬಂದ ಅವು ಅತಿಶಯ. കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് AT നായിക് അധ്യക്ഷത വഹിച്ചു. ഓരോ വീട്ടിൽ നിന്നും വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണം വിതരണം ചെയ്തു. ഏകദേശം 32ഓളം കറികളാണ് ഇവിടെ തയ്യാറാക്കിയത്. സുരേഷ് നായിക്, രത്നകല, ശങ്കർ നായിക്, രാധാകൃഷ്ണ നായിക്, അശോക് നായിക്, പ്രതിമ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതുകൊണ്ടുള്ള നേട്ടം പല വീടുകളിലും ഇത് തയ്യാറാക്കുമ്പോൾ ഭാവി നമ്മളെ തലമുറ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു, ഇതെങ്ങനെ തയ്യാറാക്കുന്നു, ഇതിൻ്റെ ഉപയോഗം എന്ത്, നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിന് ഇതിൻ്റെ മൂല്യങ്ങൾ കിട്ടുക, ഇത് മനസ്സിലാക്കുന്നു. ഇതൊരു നേട്ടമായിട്ടാണ് നമ്മുടെ സമുദായം കരുതുന്നത്. 1.5 മാസക്കാലത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക്. ബോട്ടുകളും വലകളുമായി പ്രതീക്ഷയോടെ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക്. 1.5 മാസക്കാലത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ആഴക്കടൽ മീൻപിടുത്തം സജീവമായി. നിരോധന കാലയളവ് 3 മാസമാക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളാത്തതിൽ മത്സ്യത്തൊഴിലാളികൾ സന്തോഷത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളങ്ങൾ നിറയെ മത്സ്യം ലഭിച്ചിരുന്നു. ചെമ്മീൻ, വേളൂരി തുടങ്ങിയ മീനുകളുടെ ചാകര തന്നെ ഉണ്ടായി. ഇത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലേക്ക് പോകുന്ന തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട്.
ട്രോളിംഗ് നിരോധന കാലയളവിൽ കരക്കടുപ്പിച്ച ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി കടലിലിറക്കാൻ സജ്ജമാക്കിയിരിക്കുകയാണ്. മീൻപിടുത്തത്തിനാവശ്യമായ വലകളും മറ്റും ഈ കാലയളവിൽ ഒരുക്കിയെടുത്തു. ഇനിയുള്ള നാളുകൾ മത്സ്യത്തൊഴിലാളികളുടെ കൊയ്ത്തുകാലമായിരിക്കും. പുതിയ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ഓഗസ്റ്റ് 20-നകം പരിഹരിക്കും. മുനിസിപ്പൽ സെക്രട്ടറി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ അറിയിച്ചതാണ് ഇക്കാര്യം. തകർന്നു കിടക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറില്ലെന്ന ബസ് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റി, നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജില്ലാ ബസ് ഓണേഴ്സ് അസോസിയേഷൻ എന്നിവർക്ക് നോട്ടീസ് നൽകിയത്. തുടർന്ന് നടന്ന ചർച്ചയിലാണ് മുനിസിപ്പാലിറ്റി ഉറപ്പ് നൽകിയത്. ജില്ലാ ലീഗൽ സർവീസ് സെക്രട്ടറിയായ സബ് ജഡ്ജ് ഫിലിപ്പ് തോമസിന്റെ സാന്നിധ്യത്തിലാണ് ചർച്ച നടന്നത്. ദേശീയപാതയിലെ കുണ്ടും കുഴികളും ഉടൻ നികത്തുമെന്നും ചർച്ചയിൽ തീരുമാനമായി. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന കാസർഗോഡ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത്. ഓഗസ്റ്റ് 1 മുതൽ സിറ്റി ബസ്സുകൾ ഒഴികെയുള്ള ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് KCN. സംയുക്ത ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏക സിവിൽ കോഡിനും ഭീകരവാദത്തിനുമെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 2-നാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏക സിവിൽ കോഡിനും ഭരണഭീകരതയ്ക്കും മയക്കുമരുന്നിനുമെതിരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 2-ന് ഹോസ്ദുർഗ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മുൻ രാജ്യസഭാ നിയമസഭാ അംഗമായിരുന്ന അബ്ദുൾ സമദ് സമദാനി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 2 മുതൽ 31 വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ഏക സിവിൽ കോഡിന്റെ അതുപോലെ ഭരണകൂട ഭേദത്തിനെതിരായി ഭീകരവാദത്തിനും മയക്കുമരുന്നിനുമെതിരെ സംയുക്ത ജമാഅത്ത് ക്യാമ്പയിൻ ചൊവ്വാഴ്ച 2 മണിക്ക് സമദാനി സാഹിബ് ഉദ്ഘാടനം ചെയ്യും ടൗൺ ഹാളിൽ വെച്ചിട്ട്. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ്, പ്രഭാഷണങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മെട്രോ മുഹമ്മദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, ബഷീർ ആറങ്ങാടി, KU ദാവൂദ് ഹാജി, ഹസൈനാർ, വൺഫുർ അബ്ദുൾ റഹ്മാൻ, മൊയ്തു മൗലവി, ഷെരീഫ്, മുബാറക് ഹസൈനാർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഹിമാലയവും താണ്ടി സൗമ്യ എത്തി. ബുള്ളറ്റ് യാത്രയിലെ ത്രസിപ്പിക്കുന്ന അനുഭവവുമായി സൗമ്യ. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്നത് ഏതൊരു യുവാവിന്റെയും ലഹരിയാണ്. എന്നാൽ ഒരു പെൺകുട്ടി ബുള്ളറ്റ് ഓടിച്ചു പോകുന്നത് കണ്ടാലോ, അതൊരു കൗതുകമാണ്. ചിലപ്പോൾ കൗതുകങ്ങൾ ആശ്ചര്യമായി മാറും. ബോവിക്കാനം ബേപ്പിലെ സൗമ്യ അങ്ങനെ ഒരു ആശ്ചര്യമാണ് ആളുകൾക്ക് മുന്നിലേക്ക് പകർന്നു നൽകിയത്. സ്ത്രീകളിൽ അധികവും സ്കൂട്ടറിനെ ഇഷ്ടപ്പെടുമ്പോൾ സൗമ്യയുടെ മോഹനം അതുക്കും മേലെയായിരുന്നു. പുരുഷന്മാർ പോലും തെല്ലൊന്ന് ഭയത്തോടെ നോക്കിക്കാണുന്ന ബുള്ളറ്റിനെയാണ് സൗമ്യ പ്രണയിച്ചത്. ബുള്ളറ്റുമായി നാട്ടിൻപുറങ്ങളിലൂടെ റെയ്ഡടിച്ച് രസിക്കലായിരുന്നില്ല സൗമ്യ. അവളുടെ മനസ്സു നിറയെ ബുള്ളറ്റിലൂടെ ഒരു ഹിമാലയൻ യാത്രയായിരുന്നു. കഴിഞ്ഞയാഴ്ച ആ മോഹം പൂവണിഞ്ഞു. റോയൽ എൻഫീൽഡ് ആദ്യമായി വനിതകൾക്കായി നടത്തിയ ഹിമാലയൻ ഓഡിസി യാത്രയുടെ ഭാഗമായി സൗമ്യ ഗർദുംഗലായിലേക്കാണ് ബുള്ളറ്റ് ഓടിച്ചു പോയത്. 14-അംഗ സംഘത്തിൽ ഉൾപ്പെട്ട ഏക മലയാളിയായിരുന്നു സൗമ്യ. മോട്ടോർ വാഹനങ്ങൾ സഞ്ചരിക്കാൻ യോഗ്യമായ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡാണ് ഹിമാലയൻ മലനിരകളിലെ ഗർദുംഗല. കാശ്മീരിലെ ലഡാക്ക് ജില്ലയുടെ ആസ്ഥാനമായ ലേയിൽ നിന്നും 39 കിലോമീറ്റർ അകലെയാണിത്. ഹിമാലയത്തിലൂടെയുള്ള യാത്രകൾ ഏറെ ത്രില്ല് നിറഞ്ഞതായിരുന്നുവെന്ന് സൗമ്യ പറയുന്നു. ഹിമാലയത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റി എന്ന ഒരു നല്ലൊരു കാര്യം. പിന്നെ ഞങ്ങളിലുള്ള ഓരോ ലിമിറ്റേഷൻസും അറിഞ്ഞ് അതിനെ തരണം ചെയ്യുക എന്നുള്ളത് വേറെ ഒരു വലിയൊരു കാര്യമായിട്ട് കണക്കൂട്ടുന്നു. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങി ഹരിയാന വഴി ഹിമാചൽ പ്രദേശ് വഴി ആണ് ജമ്മു കാശ്മീരിലെത്തിയത്. തിരിച്ച് ഞങ്ങൾ പഞ്ചാബ് വഴിയാണ് ചണ്ഡീഗറിലെത്തിയത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി, അനുഭവിച്ചു, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കി. സ്കൂൾ കാലത്ത് തുടങ്ങിയതായിരുന്നു സൗമ്യയുടെ ഇരുചക്രവാഹനത്തോടുള്ള പ്രേമം. സൈക്കിളിലായിരുന്നു ആദ്യ യാത്ര. പിന്നീടത് സ്കൂട്ടറായി മാറി. ഒടുവിൽ സാക്ഷാൽ ബുള്ളറ്റ് തന്നെ കയ്യിലൊതുങ്ങി. ത്രില്ല് മാത്രമല്ല, ഒരുപാട് അപകടങ്ങളും കൺമുന്നിൽ കണ്ടതിന്റെ ഞെട്ടലും സൗമ്യയുടെ മനസ്സിലുണ്ട്.
സൗമ്യയുടെ മോഹം ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ത്യ മുഴുവൻ റൈഡ് നടത്താനാണ് സൗമ്യയുടെ അടുത്ത പ്ലാൻ. അതിന് മുഴുവൻ പിന്തുണയുമായി കുടുംബം പിന്നിലുണ്ട്. ആ കരുത്തു നൽകുന്ന പ്രചോദനവുമായി സൗമ്യ പിന്നെയും ആക്സിലേറ്ററിന് വേഗത കൂട്ടുകയാണ്. ക്യാമറമാൻ മോഹിത് മാണിമുളയ്ക്കൊപ്പം KV ബിന്ദുജ, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ജനറൽ ആശുപത്രിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച സ്കിറ്റ് ശ്രദ്ധേയമായി. ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരാചരണം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ജനറൽ ആശുപത്രിയിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വെങ്കിടയ്യർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജയശ്രീ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് MLA ഫണ്ട് അനുവദിക്കാമെന്ന് NA നെല്ലിക്കുന്ന് MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. 6 മാസം വേതനത്തോടുകൂടി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് അവധി നൽകണമെന്ന നിർദ്ദേശം ചടങ്ങിൽ ഉയർന്നുവന്നു. ഡോക്ടർ നാരായണ നായിക്, മാലിക് ദിന നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ആലിസ് ഡാനിയൽ, ഡോക്ടർ ജ്യോതി, ഡോക്ടർ അബ്ദുൽ സത്താർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ബിജു, ഡോക്ടർ പ്രീമ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടറുടെ ചികിത്സ തോന്നിയ പോലെ താളങ്കരയിലെ നഗരസഭ ഹോമിയോ ഡിസ്പെൻസറി നോക്കുകുത്തിയാവുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. തളങ്കര ദീനാറിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയാണ് ആളുകൾക്ക് ഉപകാരമില്ലാത്ത കേന്ദ്രമായി മാറുന്നത്. ഡോക്ടറുടെ അലസതയാണ് ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾക്ക് വിനയാവുന്നത്. രാവിലെ 10 മണി മുതൽ 2 മണി വരെയാണ് ഇവിടെ ചികിത്സാ സമയം. എന്നാൽ മിക്കപ്പോഴും ഡോക്ടർ എത്താറില്ല. എത്തിയാൽ തന്നെ നേരത്തെ തന്നെ അദ്ദേഹം മുങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്. തിങ്കളാഴ്ച ചികിത്സ തേടിയെത്തിയ യുവാവിനെ ചികിത്സിക്കാൻ തയ്യാറാവാതെ ഡോക്ടർ ഇറങ്ങിപ്പോയതായി ആക്ഷേപമുണ്ട്. ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് OP എടുത്തിട്ട് പുറത്ത് നിന്നിട്ടുണ്ടായിന്. ഡോക്ടർ എൻ്റെ മുമ്പിലൂടെ കടന്നു പോയി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, 2 മണി വരെ ടൈം എഴുതിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, എന്നെ ഒന്ന് പരിശോധിക്കണോ? ഡോക്ടർ എന്നെ ഒരു മെയിൻറ്റ് ചെയ്യാണ്ടാണ് എൻ്റെ മുന്നിലൂടെ ഭാര്യ എത്തിയിട്ട് കടന്നു പോയത്. 1:10 ആകുമ്പോൾ ഇവിടുന്ന് ഡോക്ടർ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ സമയം കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം എത്തിയതെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ഡോക്ടറുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഹാഷിം ബംബ്രാണിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് അണികൾ ഗംഭീര സ്വീകരണം നൽകിയത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന MSF സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഹാഷിം ബംബ്രാണിയെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കാസർഗോഡെത്തിയ ഹാഷിം ബംബ്രാണിക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. രാവിലെ മംഗളൂർ എക്സ്പ്രസിൽ കാസർഗോഡെത്തിയ ഹാഷിമിനെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. MSF ജില്ലാ ജനറൽ സെക്രട്ടറി ഉസാം പള്ളങ്കോട്, ട്രഷറർ ഇർഷാദ് മുഗ്രാൽ, ജില്ലാ നേതാക്കളായ CA അമീദ്, മുഹമ്മദ് ഉളുവാർ, ദുബൈ KMCC ജില്ലാ ട്രഷറർ മുനീർ പടിപ്പള്ളം, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സഹീർ ആസിഫ്, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സന്തോഷ് നഗർ, കബീർ ചെർക്കള, അനസ് എതിർത്തോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. MSF ജില്ലാ പ്രസിഡന്റായി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഹാഷിം വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ സ്വീകാര്യനായ നേതാവാണ്. ജീവിതത്തിന്റെ താഴെത്തട്ടിൽ നിന്നും വന്ന് കഠിനാധ്വാനം കൊണ്ട് ഉയരങ്ങളിലെത്തിയ ഹാഷിമിന്റെ സ്ഥാനലബ്ധി ജില്ലയ്ക്ക് അഭിമാനമായി മാറി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ ഉൾപ്പെടുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല. ഈ വാർഡിൽ ഉൾപ്പെടുന്ന സുധീർ ഡോക്ടറുടെ ക്ലിനിക്കിന് സമീപത്ത് നിന്നും ആരംഭിച്ച് കണ്ണുതീർത്ത റോഡിൽ അവസാനിക്കുന്നതാണ് ഈ റോഡ്. ഈ റോഡിൽ വലിയ 2 കുഴികൾ പ്രത്യക്ഷപ്പെട്ടിട്ട് നാളുകൾ ഏറെയായി. ഇതുവഴി നിരവധി വാഹനങ്ങളാണ് അനുദിനം കടന്നു പോകുന്നത്. ഇപ്പോൾ വാഹനങ്ങളും കാൽനട യാത്രക്കാരും വളരെയധികം ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. നിരവധി വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പറായ A. മുക്താർ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നിരവധി വാഗ്ദാനങ്ങൾ നൽകി വോട്ട് നേടി ജയിച്ച ശേഷം ഇദ്ദേഹം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അപ്പോൾ ഞങ്ങൾ വോട്ടിടുന്നതിനെക്കാട്ടി മുമ്പ് കുറേ പ്രാവശ്യം ബൈലായിട്ട് വോട്ടിടാൻ വേണ്ടിയിട്ട് വന്നിട്ടാകുമ്പോൾ എല്ലാം പറഞ്ഞ് ഞങ്ങളെടുത്ത്
ഈ റോഡ് ഈ കുഴിയൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാൻ. ഇതുവരെ ആരും വന്നിട്ട് പോലില്ല. 8 മാസമായി ഇപ്പോൾ വോട്ടായിട്ട്. 8 മാസത്തിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ആകെ. അപ്പോൾ ഇതുവരെ ആരും വന്നിട്ടില്ല, നോക്കാനും വന്നിട്ടില്ല. ഇതിലേ കൂടിയിട്ട് ഈ റോഡിൽ സ്കൂളിലേക്ക് പോകുന്ന പിള്ളമാർ, മദ്രസയിലേക്ക് പോകുന്ന പിള്ളമാരെല്ലാം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലായിട്ട് പോകുന്നത്. ഓരോരു വണ്ടി പോകുമ്പോഴേക്കും വണ്ടിയിൽ നിന്ന് എത്രയോ പ്രാവശ്യം മറിഞ്ഞു വീണിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിലായിട്ട് ബൈക്കിൽ പോകുമ്പോൾ 2-3 പ്രാവശ്യം മറിഞ്ഞു വീണിട്ടുണ്ട്. അങ്ങോട്ട് വെള്ളം പോകാനും സ്ഥലമില്ല, ഇങ്ങോട്ട് വെള്ളം പോകാനും സ്ഥലമില്ല. മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അധികൃതർ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഉണരുന്ന സ്ഥിതിവിശേഷം മാറണം. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെ അധികൃതർ കണ്ണടച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് വൻ പ്രക്ഷോഭമായിരിക്കും. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കിസാൻ രക്ഷാസേനയുടെ നേതൃത്വത്തിൽ പുത്തുകെ കൃഷിഭവന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. നാളികേര സംഭരണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. സൂചന കൊണ്ട് വലിച്ചില്ലെങ്കിൽ നാളെ സമരം ആളിപ്പടരും. പുത്തികെ കൃഷിഭവനിൽ നിലവിലുണ്ടായിരുന്ന നിർത്തിവെച്ച നാളികേര സംഭരണം ഉടൻ പുനരാരംഭിക്കണമെന്നും ചെറുകിട നാളികേര കർഷകരുടെ മുഴുവൻ നാളികേരവും സംഭരിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് കിസാൻ രക്ഷാസേനയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ഇൻഫാം ജില്ലാ പ്രസിഡന്റ് തോമസ് ടി തയ്യിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷകരാണ് ഈ രാജ്യത്തിന്റെ നട്ടല്ലേ എന്ന് ആഴ്ചയിൽ 60 തവണ പറഞ്ഞാലൊന്നും നട്ടല്ലാവില്ല. വേറൊരുത്തൻ നമുക്ക് വട്ടല് വിറ്റ് ചെയ്ത് തന്നാലും ആ നട്ടല് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കെല്ലാം നട്ടല്ലുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കർഷകന് നട്ടല്ലുണ്ടായത് കൊണ്ടാണ് നിങ്ങളുടെ സാഗര ഭാഷകൻ പറയുന്നു ഇവിടെ നിർത്തിവെച്ച സംഭരണം പുനരാവിഷ്കരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായത്. നിങ്ങൾ ധർണ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അല്പം ഭയമുണ്ടായി. ഉടൻ തന്നെ ഉന്നതത്തിൽ ആലോചന നടന്നു. ഈ ധർണ പൊളിക്കണമെങ്കിൽ ധർണയ്ക്ക് മുമ്പ് സംഭരണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും സംഭരണം തുടങ്ങുകയും ചെയ്യണം എന്ന തിരിച്ചറിവുകൊണ്ട് കിസാൻ രക്ഷാസേന ചെയർമാൻ JB ബാലകൃഷ്ണ ഭണ്ഡാരി അധ്യക്ഷത വഹിച്ചു. ഷുക്കൂർ കണാജെ, മുഹമ്മദ് കുഞ്ഞി ഹാജി, P അബ്ദുള്ള, സുരേഷ് കക്കപ്പാടി, EK മുഹമ്മദ് കുഞ്ഞി, SN ഭട്ട്, ശ്രീകൃഷ്ണ ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. 400 കിലോ നാളികേരം മാത്രമേ ഒരു കർഷകരിൽ നിന്ന് സംഭരിക്കൂ എന്ന നിബന്ധന കർഷകരോടുള്ള അവഹേളനം മാത്രമാണെന്ന് നേതാക്കൾ പറഞ്ഞു. റിയാദ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി പെരുമ്പട്ടയിൽ നിർമ്മിച്ച ബൈത്തുറോമയുടെ താക്കോൽദാനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളാണ് താക്കോൽ കൈമാറിയത്. തലചായ്ക്കാൻ ഒരിടമില്ലാത്ത പാവങ്ങൾക്ക് ആശ്വാസത്തിന്റെ മേൽക്കൂര ഒരുക്കുന്ന മുസ്ലിം ലീഗിന്റെ ബൈത്തുറഹ്മ പദ്ധതി സമാനതകളില്ലാത്ത പുണ്യമായി മാറുകയാണ്. ഏറ്റവും ഒടുവിലായി റിയാദ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി വെസ്റ്റ് ഏലേരി പഞ്ചായത്തിലെ പെരുമ്പട്ടയിൽ നിർമ്മിച്ച ബൈത്തുറഹ്മയുടെ താക്കോൽദാനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സഹപ്രവർത്തകൻ ഒരു സ്നേഹവീട് എന്ന തലക്കെട്ടിൽ MSF പ്രവർത്തകന്റെ കുടുംബത്തിനാണ് പെരുമ്പട്ടയിലെ മനോഹരമായ സ്ഥലത്ത് അതിമനോഹരമായ വീട് പണിതത്. വീടിന്റെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പൊതുസമ്മേളനത്തോടെ നടന്ന വീടിന്റെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമായി മാറി. പച്ചത്തുണിയെടുത്തും പച്ചപ്പതാക പിടിച്ചും പെരുമ്പട്ടയിലെ ലീഗ് പ്രവർത്തകർ നേതാക്കളെ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചു. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി VK ബാബ അധ്യക്ഷത വഹിച്ചു. റിയാദ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ പെരുമ്പട്ട സ്വാഗതം പറഞ്ഞു. തത്വമസി ഫിലിംസിന്റെ ബാനറിൽ കാരളി ചന്ദ്രൻ മടിക്കൈ കമാരനെ കുറിച്ച് നിർമ്മിക്കുന്ന തേരാളി ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. മാവുങ്കാൽ ശ്രീരാമക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. തത്വമസി ഫിലിംസിന്റെ ബാനറിലാണ് കാരളി ചന്ദ്രൻ മടിക്കൈ കമാറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. മാവുങ്കാൽ ശ്രീരാമക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ തേരാളി ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ശ്രീ K മാധവന്റെ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്രത്തിന്റെ അതിർവരം ഒന്നുമില്ലാതെ രാഷ്ട്രീയത്തിന്റെ കൊടിഭേദം നിറഭേദം അതൊന്നും നോക്കാതെ ഉത്തര കേരളത്തിന്റെ സമൂഹം, മലബാറിലെ സമൂഹം ഏറ്റുവാങ്ങിയ, ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചു വെച്ച് പറയാം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമോ മറ്റേത് പ്രത്യയശാസ്ത്രമായാലും കൊള്ളാം, ശ്രീ K മാധവൻ എന്ന വ്യക്തിത്വത്തെ ഇപ്പോഴും സമാദരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ ഈ ചടങ്ങിൽ പറയാൻ കാര്യം രാഷ്ട്രീയമല്ല എന്ന് കാണിക്കാനൊന്ന്. ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, KV നാരായണൻ, ദാമോദര പണിക്കർ, വേണുഗോപാലൻ നമ്പ്യാർ,
കൊവൽ ദാമോദരൻ, വേലായുധൻ കൊടവലം, DV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസാദ് യാദവ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെന്ററിയുടെ ക്യാമറ പകർത്തിയിരിക്കുന്നത് മനീഷ് ശിവയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കവർച്ച കേസുകളിലെ പ്രതികൾ അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് വിദ്യാനഗർ പോലീസ്. പ്രകൃതിദത്ത പച്ചക്കറികളുടെ പ്രാധാന്യം വിളിച്ചോതി ആട്ടി ദൊഞ്ചി ദിനം. ആട്ടി ദൊഞ്ചി ദിനം ആഘോഷമാക്കി പരിവാര ഭണ്ഡാ സംഘം. ട്രോളിംഗ് കാലം അവസാനിച്ചു. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിലേക്ക്. പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണം ഓഗസ്റ്റ് 20-നകം. സമരപരിപാടികൾ നിർത്തിവെച്ച് ബസ് ഓണേഴ്സ് അസോസിയേഷൻ. ഏക സിവിൽ കോഡിനും ഭീകരവാദത്തിനുമെതിരെ ക്യാമ്പയിനുമായി സംയുക്ത ജമാഅത്ത് കമ്മിറ്റി. ക്യാമ്പയിൻ നടക്കുന്നത് ഓഗസ്റ്റ് 2-ന് ചൊവ്വാഴ്ച. ഹിമാലയം താണ്ടി സൗമ്യ. ബുള്ളറ്റ് യാത്ര ഹരമാക്കിയ സൗമ്യ താണ്ടിയത് ആയിരക്കണക്കിന് ദൂരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.